മന്ത്രി ബാലഗോപാൽ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരെ പ്രീണിപ്പിക്കാനായി പൂഴ്ത്തിവെച്ചിരിക്കുന്ന സർക്കാർ ഫണ്ട് വെട്ടിപ്പ് ഫയലിൽ നടപടിയെടുക്കാൻ വിജിലൻസ് വകുപ്പിൽ നിന്ന് വീണ്ടും നിർദ്ദേശം. 2 വർഷം മുൻപ് വിജിലൻസ് വകുപ്പ് ഇതേ കാര്യത്തിൽ ധനവകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നതാണ്. എന്നാൽ സർക്കാർ ഫണ്ട് വെട്ടിപ്പിൽ ഉൾപ്പെട്ട പ്രമുഖ മാധ്യമപ്രവർത്തകരെ രക്ഷിക്കാനായി മന്ത്രി ബാലഗോപാൽ ഫയൽ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. 2023 ജൂലൈ 26-ന് അയച്ച കത്തിൽ നടപടി വൈകുന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ടും നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചും വിജിലൻസ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കഴിഞ്ഞ മാസം 15-ന് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. കേരള പത്രപ്രവർത്തക യൂണിയൻ ഡൽഹി ഘടകത്തിന് പ്രസ് ക്ലബ് ഓഫീസ് നിർമ്മിക്കാൻ അനുവദിച്ച 25 ലക്ഷം രൂപ ഭാരവാഹികൾ വെട്ടിച്ചതായി ധനവകുപ്പ് ഇൻസ്പെക്ഷൻ വിങ് 2023 മാർച്ചിൽ മന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. സർക്കാർ ഫണ്ട് വെട്ടിപ്പിൽ വിജിലൻസ് കേസെടുക്കാൻ ശുപാർശ ചെയ്യേണ്ട ധനമന്ത്രി ഫയൽ പൂഴ്ത്തിവെച്ച് യൂണിയൻ ഭാരവാഹികളെ സംരക്ഷിക്കുകയാണ്. വിജിലൻസ് വകുപ്പ് അന്വേഷിച്ചതിനാൽ തുടർ നടപടികൾക്കായി ധനവകുപ്പിൽ നിന്നും ഫയൽ തേടിയിരുന്നു. ബന്ധപ്പെട്ട ഫയൽ ധനമന്ത്രിയുടെ പരിഗണനയിലാണ് എന്ന് 2023 ജൂലൈയിൽ ധനവകുപ്പ് മറുപടി നൽകിയത്. എന്നാൽ 2 വർഷത്തിന് ശേഷവും ഫയൽ വിജിലൻസിന് കൈമാറാത്ത സാഹചര്യത്തിലാണ് വിജിലൻസ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അക്കാര്യം സൂചിപ്പിച്ച് ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. ധനവകുപ്പുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ മാധ്യമപ്രവർത്തകർ പൂഴ്ത്തിവെക്കുന്നതിന് പ്രത്യുപകാരമായിട്ടാണ് മന്ത്രി സർക്കാർ ഫണ്ട് വെട്ടിപ്പ് അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെട്ട ഫയൽ പൂഴ്ത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ ധനമന്ത്രിയുടെ ഫയൽ പൂഴ്ത്തൽ ആരോപിച്ച് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഹർജി നൽകിയിട്ടുണ്ട്. വിജിലൻസ് കോടതി ഇടപെടലുകൾ അവഗണിച്ച് ഫയൽ നടപടി പരമാവധി വൈകിപ്പിച്ച് മാധ്യമപ്രവർത്തകരെ രക്ഷിക്കാനാണ് മന്ത്രിയുടെ ഈ ശ്രമം.